മലയോരത്ത് മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ തുടർക്കഥയായതോടെ ജനങ്ങൾ ആശങ്കയിൽ. 2 മാസത്തിനിടെ 10ഓളം പള്ളികളിലാണ് മോഷണം നടന്നത്. ഗോതമ്പ് റോഡ് സലഫി മസ്ജിദിൽ ഇൻവെർട്ടറിന്റെ ബാറ്ററി മോഷണം പോയത് ബുധനാഴ്ചയാണ്. മലയോര മേഖലയിലെ വിശ്വാസികളെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തിയാണ് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇൻവെർട്ടർ ബാറ്ററികളുടെ മോഷണങ്ങൾ തുടരുന്നത്. ജനങ്ങളില്ലാത്ത സമയങ്ങളിൽ ഒറ്റപ്പെട്ട നമസ്കാര പള്ളികളിൽ കയറിയാണ് ബാറ്ററികൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ പോലും മോഷണം നടത്താൻ മടിക്കാത്ത ക്രിമിനൽ സംഘമാണ് ഇതിന് പിന്നിൽ. കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് സലഫി മസ്ജിദിൽ ബാറ്ററി മോഷ്ടിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെയാണ്. 4:30 പള്ളിയിലെത്തിയ അപരിചിതനായ യുവാവ് അവിടെ നിന്ന് നമസ്കരിക്കുകയും പള്ളിയിലുണ്ടായിരുന്ന ആൾ പോകുന്നതുവരെ പ്രാർത്ഥനയ്ക്കെന്ന വ്യാജേന അവിടെ കാത്തു നിൽക്കുകയുമായിരുന്നു. തുടർന്ന് ആൾ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബാറ്ററിയുമായി കടന്നുകളയുകയായിരുന്നു എന്നാണ് കരുതുന്നത്. പള്ളി ഭാരവാഹികൾ പരാതി നൽകിയതിനെ തുടർന്ന് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം ഒരു 4:30ക്കും 6 മണിക്കും ഉള്ളിലായിട്ട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എന്ന ലക്ഷ്യത്തിൽ പള്ളിക്കകത്ത് കയറി ഖുർആനെല്ലാം ഓതി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ നിസ്കരിക്കാൻ വന്നവരൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. അവസാനം വന്നപ്പോൾ നമ്മുടെ പള്ളിയിലെ ഇമാമ് വന്നപ്പോൾ കക്ഷിയുടെ സ്ഥലത്തുണ്ടായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ട് പള്ളിയുടെ അകത്ത് ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇമാമ് കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ കക്ഷിയോട് തന്നെ പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, മോട്ടർ വെള്ളം ഒഴുകുകയാണെങ്കിൽ ഒന്ന് ഓഫാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുളിക്കാൻ പോയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന മറ്റൊരാൾ വന്നപ്പോൾ ഈ കക്ഷി ഈ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി എടുത്തിട്ട് പള്ളിൻ്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഈ വന്ന ആൾ വിചാരിച്ചു നന്നാക്കാൻ വന്ന ആളായിരിക്കും എന്ന നിലക്ക് അവർ പള്ളിയിലകത്തേക്ക് പോയി. പിന്നീട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമ് പുറത്ത് വന്നപ്പോൾ എന്താണ് കുഴപ്പം എന്ന് ഇയാൾ ചോദിക്കുകയാണ്. ബാറ്ററിക്ക് കുഴപ്പം ചോദിക്കുമ്പോൾ നോക്കാൻ വേണ്ടി പുറത്ത് വന്നപ്പോൾ ആളെ കാണുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടടുത്ത നെല്ലിക്കാപ്പറമ്പ് പന്നിക്കോട് റോഡിലെ ചേലാങ്കുന്ന് പള്ളിയിലെ ആംപ്ലിഫയറും മോഷണം പോയിരുന്നു. 1 മാസം മുമ്പ് ഓമശ്ശേരി തെച്ചാടങ്ങാടിയിലെ നിസ്കാരപ്പള്ളിയിലെ ബാറ്ററിയും ഓമശ്ശേരി മാമ്പിടിച്ചാലിലെ നിസ്കാരപ്പള്ളിയിലെ മൈക്കിൻ്റെ ആംപ്ലിഫയറും മോഷണം പോയിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമാനമായ രീതിയിൽ മറ്റു നിസ്കാരപ്പള്ളികളിലും മോഷണ പരമ്പര തന്നെ നടന്നിട്ടുണ്ട്. തിരുവമ്പാടി പച്ചക്കാട് നമസ്കാരപ്പള്ളി, ഗേറ്റുംപടി, തേറുപറമ്പ്, മരഞ്ചാട്ടി നിസ്കാരപ്പള്ളി എന്നിവിടങ്ങളിലാണ് മോഷണങ്ങൾ നടന്നത്. തുടർച്ചയായി പള്ളികൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായ നിരീക്ഷണത്തിന് ശേഷമാണെന്നാണ് വ്യക്തമാവുന്നത്. പകൽ സമയങ്ങളിൽ ആൾത്തിരക്കില്ലാത്ത ആരാധനാലയങ്ങൾ കണ്ടെത്തിയാണ് ഇവർ മോഷണവും നടത്തുന്നത്. ഒരു സംഘം തന്നെയാണോ ഈ മോഷണങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.